Thank you, Jesus, for the great victory. Thank you, Jesus, for the great victory. യേശു കുരിശിലൂടെ നമുക്ക് നേടിത്തന്ന വലിയ വിജയത്തിനായിട്ട് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ആ വലിയ വിജയത്തിനായിട്ട് യേശുവിന് നന്ദി പറയാം. We thank you, Jesus. ഇന്ന് ഓരോ മക്കളെയും വചനം കേൾക്കുമ്പോൾ ഹൃദയങ്ങളെ തുറന്നാട്ടെ, മനസ്സുകളെ തുറന്നാട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിന് 5 വൻകരകളിൽ ഈ ശുശ്രൂഷ ഇപ്പോൾ ലഭ്യമാകുമ്പോൾ ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷയിൽ കുവൈറ്റിൽ നിന്നും മറ്റ് പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അടുത്ത ചില മിനിറ്റുകൾ ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നത്, Lord, this is my prayer tonight. Each and everyone, those who are joined globally, Lord Jesus, you touch them and reveal the powerful mysterious truth which is written in your word, Lord Jesus. I am praying for the deeper insight in the scripture. Every eyes be enlightened, every heart to be opened to the word of God in Jesus name. യേശുവിന്റെ നാമത്തിൽ സകല ഹൃദയങ്ങളും വചനത്തിനായിട്ട് തുറക്കപ്പെടട്ടെ, മനസ്സുകൾ വചനത്തിനായിട്ട് തുറക്കപ്പെടട്ടെ. അവിടുത്തെ അത്ഭുതങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ ഒരുക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങളെ ചേർത്തടിച്ചൊരിക്കൽ കൂടെ യേശുവിന് ആരാധന കൊടുക്കാൻ സ്ഥാനങ്ങളിൽ. ജോൺ ചാപ്റ്റർ 14, യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ പ്രസിദ്ധമായ വാക്യം, 6-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പ്രസിദ്ധമായ വചനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഹല്ലേലൂയ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ 14-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ പ്രസിദ്ധമായ വചനമാണ് നമ്മൾ കേൾക്കുന്നത്. Those who are not able to follow Malayalam, we are meditating tonight from John chapter 14 verses 7, verse 6 onwards. This verse says, Jesus said unto them, I am the way, the truth and the life. No man cometh unto Father but by me. Hallelujah. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ കേട്ടത് യേശു വഴിയാണ് എന്നാണ്. Yesterday we were discussing on Jesus is the way. Hallelujah. Hallelujah. Jesus is the way means Jesus is not the road. Hallelujah. Jesus is the way means he is the source. He is the way to Father's position. പിതാവിന്റെ യേശു വഴിയാന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ റോഡുകളാണ് എന്നല്ല അതിന്റെ അർത്ഥം. യേശു വഴിയാന്ന് പറഞ്ഞാൽ യേശു പഞ്ചായത്ത് റോഡാന്നോ യേശു എമറൈറ്റ്സ് റോഡാന്നോ ഒന്നും അർത്ഥമില്ല. ഹല്ലേലൂയ. യേശു വഴിയാണെന്ന് പറഞ്ഞാൽ യേശുവാണ് സകലത്തിന്റെയും ഉറവിടം. ഞാൻ ഇന്നലെ അത് എഴുതി, ഇന്നലെ രാത്രി തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. ജീസസ് ഈസ് മൈ സോഴ്സ്. യേശുവാണ് എൻ്റെ വഴി. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പറഞ്ഞു, യേശുവാണ് എൻ്റെ വഴി. ഇവിടെയാണ് here comes the great assurance that no one can shut your doors. നിങ്ങൾക്ക് വാതിലുകളെ അടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം നിങ്ങളുടെ വാതില് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത യേശു അത്രേ. ഹല്ലേലൂയ. എത്ര പേര് കരമുയർത്തി പറയും, എൻ്റെ വാതില് യേശു അത്രേ. ഹല്ലേലൂയ. ആർക്കോ തുറക്കാനോ ആർക്കോ അടയ്ക്കാനോ കഴിയുന്നതല്ല എൻ്റെ വാതില്. ഹല്ലേലൂയ. my door, എൻ്റെ വാതില് യേശു അത്രേ. ഹല്ലേലൂയ. no one can shut that door because the door is open for the whole mankind 2018 years back. The door's name is Jesus. Hallelujah. He is the way. യേശുവാണ് വഴി. Hallelujah. Tonight ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് he is the truth. Hallelujah. യേശുവാണ് സത്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. ഇവിടെയാണ് in this particular verse the truth, the fact is personified in a person. യേശു എന്ന വ്യക്തിത്വത്തിലേക്ക് സത്യം എന്ന യാഥാർത്ഥ്യത്തെ കൊണ്ടുവരികയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു എന്ന വ്യക്തിത്വത്തിലേക്ക് സത്യം എന്ന അവസ്ഥയെ, യാഥാർത്ഥ്യത്തെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. പേഴ്സോണിഫൈ ചെയ്യുകയാണ്.
പേഴ്സണലൈസ് ചെയ്യുകയാണ്. ഒരു വ്യക്തിയോട് ഒരു വസ്തുതയെ ഉപമിച്ചിരിക്കുകയാണ്. അതാണ് ഈ വാക്യത്തിന്റെ ആശയം. അങ്ങനെ വേണം ആ വാക്യത്തെ തുറക്കാൻ വേണ്ടി. ഈ സത്യം എന്ന് പറയുന്നതിന് ഒരു വ്യക്തിത്വമുണ്ടോ? അത് ഒന്ന് ഡിസ്കസ് ചെയ്താൽ കൂടുതൽ മനസ്സിലാകും. ഞാനിന്ന് നിങ്ങളോട് സത്യം പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ വായിലൂടെ പറയുന്ന വാക്കുകളെയാണോ, നിങ്ങളൊരു വ്യക്തിയെയാണോ? എത്ര പേർ വ്യക്തിയെ പ്രതീക്ഷിക്കുന്നു? സത്യം പറയാം. How many of you are expecting a person when I am saying I'm going to tell you the truth? Hallelujah. No one will expect a person when I am saying I will tell you the truth. Hallelujah. Definitely you will be hearing something and you will be saying this is the truth. Hallelujah. No one ever claims that I am the truth. ഒരാളും ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഞാനാ വഴിയെന്ന്. Hallelujah. Many claimed that I will tell you the truth. Maybe someone will say I will show you the truth. ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം ഞാൻ സത്യം പറയാം, ഞാൻ സത്യം കാണിച്ചു തരാം, എനിക്ക് സത്യം അറിയാം. Maybe I know the truth. Maybe you know the truth. But no one ever claims in the history that I am the truth. But we are privileged to serve that God who claims that I am the truth. ഇന്ന് ഈ ദൈവത്തെ വിളിക്കാൻ എനിക്ക് നിങ്ങൾക്കും വലിയ പ്രാഗൽഭ്യം ലഭിച്ചിരിക്കുന്നു. ഈ ദൈവം വിളിച്ചു പറയുന്നു ഞാൻ സത്യം പറയാമെന്നല്ല, ഞാൻ തന്നെ സത്യമാണ്. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഞാനാണ് സത്യം. I am the truth. ഞാനാണ് സത്യം, എന്നിലാണ് സത്യം. 4 ആശയത്തിൽ ഇന്ന് നമ്മൾ ഈ വചനത്തെ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ആശയമാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. ബൈബിൾ സത്യത്തെ വെളിപ്പെടുത്തുന്നത് ഒരു വ്യക്തിയിലാണ്. അത് ആ വ്യക്തി കേന്ദ്രീകൃതമാണ് സത്യം. In the Bible, especially in the New Testament, truth is revealed in a person. Hallelujah. You can't see truth in a fact in the New Testament. You can't see truth in another perspective in the New Testament. But truth is explained in the New Testament, especially in the John's Gospel, as a person. His name is Jesus. Let me explain that verse more, so that you will get the context as well. ഞാനിത് കൂടുതൽ വിശദീകരിച്ചാൽ ഒരു പക്ഷേ സാഹചര്യം നിങ്ങൾക്ക് വിശദീകരിക്കാതെ ഉടനെ മനസ്സിലാക്കാനായിട്ട് ഇടവരും. മത്തായി സുവിശേഷം വിട്ടിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരിക. യോഹന്നാന്റെ സുവിശേഷത്തിൽ when John was introducing Jesus, there itself Jesus was mentioned the truth. Hallelujah. യേശു യോഹന്നാനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ യേശുവിൻ്റെ ആഗമനത്തെ തന്നെ വിളിച്ചു പറയുന്നത് the true light എന്നാണ്. John's chapter 1 verse 9. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ഏതു മനുഷ്യനെയും യേശു അവനോട് പറഞ്ഞത് 9-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 1:9. യേശു അവനോട് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. യോഹന്നാന്റെ സുവിശേഷം John chapter 1 verse 9. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. That was the light. That was the true light which lighteth every man cometh unto the world. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. True light. Who is the true light? Who was the true light? Jesus was the true light. യേശു ആയിരുന്നു ആ സത്യവെളിച്ചം. അപ്പോൾ when Jesus was introducing John, he himself testifying about Jesus, he is the true light which shineth or which lighteth every man. ആ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ആ യേശുവിനെ വിളിച്ചിരിക്കുന്നത് the true light. Light എന്നല്ല, the true light. Jesus is the true light. Hallelujah. So you need to understand why the true is before the light. Hallelujah. The person Jesus is revealed in a true light manner. That's what I explained here. Move into the second verse. All these chapters John was explaining Jesus, truth as a person. His name is Jesus. Hallelujah. Turn with me to again John chapter 1 verse 17. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരൂ. ഇവിടെയും അതേ വിശദീകരണം തരുന്നത് കാണാൻ കഴിയും. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. Law was given by Moses.
കൃപയും സത്യവും and the grace and truth യേശുക്രിസ്തു മുഖാന്തരം came by Jesus. Hallelujah. Adana, the law was given by Moses, but the grace and truth came by Jesus Christ. Hallelujah. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഹല്ലേലൂയ. അപ്പം ട്രൂത്തിന്റെ പുറകില് ഒരു പേഴ്സൺ ഉണ്ട്. ആ പേഴ്സണെ ജോൺ ആദ്യം വിശദീകരിച്ചപ്പോൾ പറഞ്ഞു ദ ട്രൂ ലൈറ്റ്. പിന്നെ പറയാണ് ഹല്ലേലൂയ ദ ട്രൂ ഗ്രേസ്. ഹല്ലേലൂയ. സത്യ വെളിച്ചം, സത്യ കൃപ. അവിടെ ആ പദം രണ്ടാമത് യോഹന്നാൻ പറയുമ്പോൾ നോക്കൂ, ജോൺ ചാപ്റ്റർ 1:17. ഹല്ലേലൂയ. മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു, ലഭിച്ചു കൃപയും സത്യവും. ഹല്ലേലൂയ. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഹല്ലേലൂയ. അപ്പം കൽപ്പന ലഭിച്ചു മോശ മുഖാന്തരം. The law was given by Moses, but Jesus, through Jesus, hallelujah, the grace, and then it's written the truth. Hallelujah. Come on, repeat after me. Truth came by Jesus. Hallelujah. സത്യം യേശു മുഖാന്തരം വന്നു. കരമുയർത്തി ഒന്ന് പറഞ്ഞ്, സത്യം യേശു മുഖാന്തരം വന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു മുഖാന്തരം സത്യം വരുന്നതിന് മുമ്പ് ലോകത്തിലുണ്ടായിരുന്ന എന്തൊക്കെയായിരുന്നു? രണ്ട് കാര്യങ്ങളാണ് ലോകത്തിലുണ്ടായിരുന്നു. ഒന്ന് കള്ളങ്ങൾ, രണ്ട് അർത്ഥസത്യങ്ങൾ. Hallelujah. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. Before Jesus came, there was two things. One was lies and another one was partial truth. These both are dangerous. ഇത് രണ്ടും അപകടകരമാണ്. കള്ളവും അപകടകരമാണ്, ഭാഗിക സത്യങ്ങൾ അല്ലെങ്കിൽ അപൂർണ സത്യങ്ങളും അപകടകരമാണ്. ഹല്ലേലൂയ. അപ്പോൾ ബിഫോർ ജീസസ് came, there was law and there was lies was spreading like forest fire. കാട്ടുതീ പോലെ അസത്യം പടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു വന്നിട്ട് സത്യം വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. അപ്പൊ അത് ആരോടുള്ള ബന്ധത്തിലാണ്? ദൈവത്തോടുള്ള ബന്ധത്തില് കള്ളങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. In relation of God, lies were spreading before Jesus came. God is like that. God will be punishing you. God is like this. Hallelujah. God don't like that. God don't like this. God hate you. He will condemn you. He will punish you. Hallelujah. ഞാനിത് രണ്ടും കൂടെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മലയാളം ഇംഗ്ലീഷൂടെ. ആർ യു വിത്ത് മീ? എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? ഹല്ലേലൂയ. അപ്പോൾ ഇത് ഇവിടെ വലിയ സത്യം. ഇത് നമ്മുടെ ട്രാൻസ്ലേഷന് വേണ്ടി ആൾ നാട്ടിൽ പോയിരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാനിത് രണ്ടും കൂടെ പറയേണ്ടി വരുന്നത്. അപ്പം സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾക്ക് ഹൗ മെനി ഓഫ് യു ക്യാൻ ഫോളോ ഇംഗ്ലീഷ് സോ ദാറ്റ് ഐ ക്യാൻ അറ്റ്ലീസ്റ്റ് preach in English? All right. Maybe few of you are not able to follow English. So in between I will try my level best to convey this message in English and Malayalam. Hallelujah. Even though it's a very difficult task, by the grace of God we can do that. Hallelujah. Come on. കരങ്ങളെ അടിച്ച് യേശുവിന് ഒരിക്കൽ കൂടി ഒന്ന് ആരാധന കൊടുത്താട്ടെ. Hallelujah. See, ഇവിടെ പറയാണ് മോശ മുഖാന്തരം നിയമം ലഭിച്ചു. The law was given by Moses. എന്നിട്ട് പറയുക grace and truth, കൃപയും സത്യവും. ചേർന്നൊന്ന് പറഞ്ഞു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. അപ്പൊ ബിഫോർ ജീസസ് came, യേശു വരുന്നതിന് മുമ്പ് there were two things. One was lie and another one partial truth. അസത്യവും അപൂർണ സത്യവുമായിരുന്നു ഉണ്ടായിരുന്നത്. അസത്യമാണ് കള്ളം, മറ്റേത് അപൂർണ സത്യം. ഏതിനെ സംബന്ധിച്ചുള്ള അസത്യവും അപൂർണ സത്യവുമായിരുന്നു ഉണ്ടായിരുന്നത്? എല്ലാത്തിനെ സംബന്ധിച്ചുള്ള അസത്യവും അപൂർണ സത്യവുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമ വെളിപ്പാട് പൂർണ്ണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നിങ്ങൾ ഞെട്ടരുത്, ഞാനിങ്ങനെ പറയാം, പഴയ നിയമ വെളിപ്പാട് പൂർണ്ണമല്ലെന്ന്. When I am saying the Old Testament revelation was not complete, it was partial, don't blame me by hearing that. Turn with me to Hebrews chapter 1:1. You yourself can read. Hallelujah. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നോക്കൂ. അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ദൈവം പണ്ട്, hallelujah, former times God was revealing. ദൈവം പണ്ട് ഭാഗമായിട്ടും. കണ്ടോ എങ്ങനെയാ റോബിനെ വെളിപ്പെടുത്തിയേ? ഭാഗമായിട്ടും. ഇതാ ഞാൻ പറഞ്ഞോളൂ, ദൈവം പണ്ട് ഭാഗമായി, കംപ്ലീറ്റ് അല്ല. പിന്നെ എന്താ?
partial. It's not Old Testament was not a complete revelation of God, of not only of God but of everything. Hallelujah. പൂർണ്ണമായ വെളിപ്പാട് അല്ല പഴയ നിയമം. അത് എന്തുകൊണ്ടാണ് പൂർണ്ണമല്ലാത്തത്? It was not given by the Son Jesus Christ, given through the Son. ഇത് യേശു മുഖാന്തരം വന്നതല്ല. പിന്നെ എങ്ങനെയാ വന്നേ? അല്പാൽപമായിട്ട് കുറേശ്ശെ പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർക്ക് കിട്ടിയതാണ്. അതാ വായിക്കുന്നത് ഹെബ്രായർ 1:1 ഒന്നുകൂടെ വായിക്കുമോ ഉറക്കെ? ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായും ഭാഗമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് God, hallelujah, who will be helping in reading English. Maybe you can read English Bible, right? ഈ അന്ത്യകാലത്ത് പുത്രൻ Get on English Bible and sit here so that I can read English Bible as well. Aaron is going to help me in reading English Bible. Hallelujah. Hebrews chapter 1 verse 1. Hallelujah. God who at sundry times and in diverse manners spake in time past unto the fathers by the prophet. Different diversions were there. God was speaking partially. Why? Because those people were not able to digest the complete revelation of God. That's why God was revealing partially through the prophets to the forefathers, to the patriarchs, through the prophets. പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അല്പാൽപമായി പറഞ്ഞതിന്റെ ഉദ്ദേശം കംപ്ലീറ്റ് റെവലേഷൻ സ്വീകരിച്ചു പറയാനുള്ള പ്രാപ്തിയില്ലായിരുന്നു. Hallelujah. Former time, before the time, God was revealing partially. Why? Because the prophets who had this revelation they were not able to digest it fully. The complete revelation, even though God was giving that, they were not able to convey that message. That's why from his sovereignty, he was revealing it partially into the prophets, to the patriarchs, to the forefathers. Hallelujah. So the Old Testament was not a complete revelation. Old Testament was not a perfect truth, but the truth was in progress in the Old Testament. Hallelujah. സത്യം പൂർണ്ണമായിട്ട് പഴയ നിയമത്തിൽ വെളിപ്പെട്ടു വന്നില്ല, പക്ഷെ സത്യം വളർച്ചയിലായിരുന്നു പഴയ നിയമത്തിൽ. എന്നാൽ ആ സത്യം പൂർണ്ണ തലത്തിൽ വളർന്നു വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. Truth was in a process. Truth was in a process of growing. Hallelujah. When truth grown, it's revealed through his son Jesus Christ. That's why it is written in John's gospel, the truth. Hallelujah. Satyam Yeshu Christu mukhandaram vannu. John chapter 1 verse 17. Yeshu Christu mukhandaram. ഒന്നുകൂടെ വായിച്ചു പറഞ്ഞ വാക്ക്. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1:17. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഹല്ലേലൂയ. എന്നിട്ട് verse 18 പറയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. No one has seen Father. Verse 18 says, no one has ever seen Father. Then it's written, the Son who was seated in the bosom of the Father has revealed him. പണ്ടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പുത്രൻ വെളിപ്പെടുത്തിയതാണ് സത്യമായ കാരണം പുത്രൻ ഇരുന്നത് മടിയില. ഹല്ലേലൂയ. മടിയിരിക്കുന്ന പുത്രനെ ആരെ കണ്ടിട്ടുള്ളൂ? പിതാവിനെ കണ്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമത്തിൽ പോയിട്ട് നിങ്ങൾ പിതാവിനെ തപ്പിയാൽ പിതാവിനെ കാണാൻ പറ്റില്ല. കാരണം പുത്രനെ ആരെ കണ്ടിട്ടുള്ളൂ? പിതാവിനെ കണ്ടിട്ടുള്ളൂ. പുത്രൻ പറഞ്ഞാലേ അത് സത്യമായിട്ട്. No one has ever seen Father in the Old Testament. That's why if anyone claims this is God and this is the Father, they don't have this complete revelation of the Father. But the Son who was seated in the bosom of the Father is having the complete revelation of the Father. That's why it is written in a different manner, in especially verse 18. No one had ever seen Father by this time, but the Son who was seated in the bosom of the Father has revealed him. പുത്രനെ പിതാവ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ. ഒന്ന് കരമുയർത്തി പറഞ്ഞ്, മടിയിലിരിക്കുന്ന ഏകജാത
ഏകജാതനായ പുത്രൻ അവനെ എന്ത് ചെയ്തിരിക്കുക? വെളിപ്പെടുത്തിയിരിക്കുക. കരമടിച്ച് യേശുവിനൊന്ന് ആരാധന കൊടുക്കാം. ഹല്ലേലൂയ. അതാ ഇവിടെ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആ സത്യത്തെ പിന്നെയും ഉറപ്പിച്ചു പറയുന്നത്. ജീസസ് ക്ലെയിംസ് ഇൻ ജോൺ ചാപ്റ്റർ 14 verse 6, I am the way, I am the truth. We are in the second part now. Jesus claims that he is the truth. But when you study the truth, സത്യമാണ് യേശു എന്ന് യേശു വിളിച്ചു പറയുമ്പോൾ ഈ സത്യത്തെ നാം മനസ്സിലാക്കേണ്ടത്, സത്യത്തെ ബൈബിൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും വാക്കായിട്ടല്ല, ഒരു വ്യക്തിയുടെ ആശയമായിട്ടല്ല, ഒരു വ്യക്തി എഴുതി എന്തോ ഗ്രന്ഥമായിട്ടല്ല, ഒരു വ്യക്തിയായിട്ടാണ്. ആ വ്യക്തിയുടെ പേര് യേശു എന്നാണ്. അപ്പൊ യേശു വരുന്നതിന് മുമ്പ് അസത്യങ്ങൾ ഉണ്ടായിരുന്നു. യേശു വരുന്നതിന് മുമ്പ് സത്യങ്ങൾ ഉണ്ടായിരുന്നു. യേശു വന്നപ്പോൾ യഥാർത്ഥ സത്യം വെളിപ്പെട്ടു വന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞ്, യഥാർത്ഥ സത്യം വെളിച്ചം, ട്രൂ ലൈറ്റ്. ഹല്ലേലൂയ. ചേർന്നൊന്ന് പറഞ്ഞ്, ദ ട്രൂ ലൈറ്റ് ഹാസ് കം. യഥാർത്ഥ സത്യ വെളിച്ചം ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇത് പിന്നെയും ഈ ട്രൂത്തിനെ കുറിച്ചുള്ള റെവലേഷൻ ഇവിടെ is in a progress in all John's chapter. You maybe can read verse 14 again. 14ാമത്തെ വാക്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. Hallelujah. നിങ്ങൾ എൻ്റെ നാമത്തിൽ John chapter 1 verse 14. യോഹന്നാന്റെ സുവിശേഷം 1:14. ആ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതോടെ വചനം ജഡമായി തീർന്നു. Word became flesh. വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു. And the word became flesh and dwelt among us. And beheld his glory, the glory of the only begotten, monogenes. Hallelujah. Only begotten. The glory of the only begotten. Hallelujah. The only begotten. Then വായിച്ചോ വാക്യം മുഴുവൻ. വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കണ്ടോ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും. ഇത് രണ്ടും എപ്പോഴും ഒന്നിച്ചപ്പാണ്. ഇത് വലിയൊരു പഠന വിഷയമാണ്. ഗ്രേസ് ആൻഡ് ട്രൂത്ത്. ചേർന്നൊന്ന് പറഞ്ഞേ, ഗ്രേസ് ആൻഡ് ട്രൂത്ത്. Hallelujah. Repeat after me. Grace and truth. Hallelujah. സത്യവും കൃപയും ഒന്നിച്ചാ ചലിക്കുന്നത്. Hallelujah. എവിടെ കൃപ ചലിക്കുന്നു അവിടെ സത്യം ചലിക്കും. എവിടെ സത്യം ചലിക്കുന്നു അവിടെ കൃപ ചലിക്കും. ഇത് രണ്ടും ഇങ്ങനെ യൂണിയനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാ ഇവിടെ പറയുന്നത്. യേശു വന്ന് ഇവിടെ താമസിച്ചു, വചനം ജഡമായി തീർന്നു. Word became flesh and dwelt among us. In what form? In what form? It's explained here. Full of grace and truth. Hallelujah. Full of English വായിച്ചേക്ക്. Full of grace. Full of grace and truth. Hallelujah. The word became flesh and dwelt among us. How? Full of grace and truth. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. Hallelujah. എന്നെ നമ്മുടെ ഇടയിൽ പാർത്തു, സത്യം നമ്മുടെ ഇടയിൽ പാർത്തു. Hallelujah. അന്നേരം ആ കള്ളങ്ങൾ പൊളിയാൻ തുടങ്ങിയേ. ഹല്ലേലൂയ. സത്യം വന്ന് പാർപ്പ് തുടങ്ങിയപ്പോഴാണ് കള്ളങ്ങൾ പൊളിയാൻ തുടങ്ങിയേ. ഹല്ലേലൂയ. When the real truth start dwelling among us, abiding among us, abiding in us, the lies of devil is destroyed one by one. That's what we read in gospel, especially the incidents where Jesus healed someone. Hallelujah. യേശു കള്ളങ്ങളെ പൊളിക്കുകയായിരുന്നു 3.5 വർഷം നടന്നുകൊണ്ട്. Hallelujah. ഇവൻ ഇങ്ങനെ ആകാൻ കാര്യം ഇവന്റെ അപ്പനാണ്, ഇവന്റെ അമ്മയാണ്. There was a guy, he was born blind. അവിടെ ഒരു കുരുടൻ ഉണ്ടായിരുന്നു. അവൻ ജന്മനാ അന്ധനായിരുന്നു. Okay, the lie were spreading there. അവിടെ ഒരു കള്ളം പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാണ്? ഇവന്റെ അപ്പൻ അത് ചെയ്തോണ്ടാ, ഇവന്റെ അമ്മ ഇത് ചെയ്തോണ്ടാ. എന്താ? ഇവൻ കുരുടനായി ജനിച്ചത്. പക്ഷെ സത്യം വന്ന് താമസം തുടങ്ങിയപ്പം ഹല്ലേലൂയ, ആ കള്ളം അങ്ങോട്ട് പൊളിഞ്ഞു. ഇവന്റെ അപ്പനാകട്ടെ ഇവന്റെ അമ്മയാകട്ടെ ഒരു ദോഷവും ചെയ്തിട്ടല്ല ഇവൻ കുരുടനായത്. ഇതെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനത്രേ. Years and years the lies of devil were spreading before the truth was dwelling among them. Hallelujah. The lie was this person was blind because of the forefathers' sin. Because of the sins of the forefathers. Hallelujah. That lie was well rooted in their tradition. These are the people
They claimed God is their God. Hallelujah. These are the people. They spread, we serve the true God. But they were spreading this lie. What was that lie? This guy was born blind. Why? Because of the forefathers' sin. Until truth call. Until the real truth revealed. The lie was spreading. When truth started abiding among them, the lies of the devil. Oh, hallelujah. യഥാർത്ഥ സത്യം വന്ന് അവരുടെ ഇടയിൽ താമസം തുടങ്ങുന്നവരെ, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് വിളിച്ചു പറഞ്ഞവര് അവിടെ കള്ളം പടർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ ഇങ്ങനെ ആങ്കാരി ഇവന്റെ അപ്പനാ, ഇവൻ ഇങ്ങനെ ആങ്കാരി ഇവന്റെ അമ്മയാ, ഇത് പിതാക്കന്മാരുടെ പാപം നിമിത്തമായി ഇങ്ങനെ സംഭവിച്ചേ. പക്ഷെ സത്യം വന്ന് താമസം തുടങ്ങിയപ്പോൾ കള്ളം പൊളിഞ്ഞു മാറി. എത്ര പേരെന്നെ കേൾക്കുന്നു? ഇന്ന് സത്യം വന്ന് താമസം തുടങ്ങുമ്പോൾ പല കള്ളങ്ങളും പൊഴിഞ്ഞു മാറും. അതിന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവാ. കരമടിച്ച യേശുവിന് ആരാധന കൊടുത്ത് ഹല്ലേലൂയ. Hallelujah. Before Jesus came, the true lie was prevailing. Lie was spreading. Hallelujah. But when Jesus revealed the lies of devil, hallelujah, from one side to another side, it's got started destroyed. Hallelujah. Why? Because the lie, the truth was among them. Truth was dwelling among Satyam അവരുടെ ഇടയില് ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ സത്യം അവരുടെ ഇടയില് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ നിറഞ്ഞവനായിട്ട്. ഓ ഹല്ലേലൂയ. ജീസസ് വാസ് ഫുൾ ഓഫ് ട്രൂത്ത് ആൻഡ് ഗ്രേസ്. യേശു കൃപയും സത്യം നിറഞ്ഞവനായിട്ട്, നിറഞ്ഞവനായിട്ട് പാർത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? അവൻ അവിടെ ചെന്നപ്പോ തന്നെ ഒഴുകാൻ തുടങ്ങി. ഏത്? സത്യം ഒഴുകാൻ തുടങ്ങി. ഏതിന്റെ മേളിൽ? കള്ളത്തിന്റെ മേളിൽ ഒഴുകാൻ തുടങ്ങി. ഇന്ന് അതേ യേശു അവിടെ വന്നിരിക്കുന്നേ. That same Jesus is here to destroy the lies of devil tonight. Hallelujah. And I know the truth is spreading. Oh, hallelujah. Truth is spreading. Truth is spreading. Truth is spreading. So many lies were spreading when Jesus was in this earth. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരുപാട് കള്ളങ്ങളുടെ കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിള്ളേരെ ഇങ്ങോട്ട് വിടരുത്. Another lie. God hates children. If you are mature enough, come to God. Otherwise, children, be away from God. പിള്ളേരെ ഇങ്ങോട്ട് വിടരുത്. പിള്ളേരൊക്കെ മാറ്റി നിർത്തുക. Another lie was spreading. When Jesus was in this earth, he called kids, come forward. കുഞ്ഞുങ്ങളെ അവിടെ അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, വലിയ അച്ചച്ചന്മാരോട് പറഞ്ഞു, ഇങ്ങനെയുള്ളവർക്കുള്ളത് ദൈവരാജ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. Before lie was spreading. Hallelujah. False news was spreading. Partial truth was spreading. But when Jesus revealed, he called the kids. Hallelujah. And exhort others. If you turn and be like them, then only you will be entering into the kingdom of God. Hallelujah. See, the biggest lie is destroyed. So many lies were spreading. Maybe you can notice more than 120 lies. Only in the Gospels. Start this homework. Hallelujah. 120 lies. He was standing against a lie. അവൻ അസത്യത്തിനെതിരെ നിൽക്കുമായിരുന്നു. These people were claiming, we are the people of God and we have to keep the 7th day Sabbath. Okay? 7th day Sabbath. They were keeping the 7th day Sabbath. 7ാം ദിവസം വിശുദ്ധമാണ്. Don't do anything. Hallelujah. Partial truth. എന്താ ദൈവം ഉദ്ദേശിച്ചേ? ദൈവം ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. 7th, you were working from the 1st day to the 6th day. You need rest. If you follow the 7th day Sabbath or not, nothing related to God. നിങ്ങൾ 7ാം ദിവസം വെറുതെ ഇരുന്നാൽ ഇല്ലെങ്കിലും ദൈവത്തിനൊന്നും കിട്ടാനില്ല. Then why God was given that commandment? Just for your relaxation. ദൈവം എന്തിനാ പിന്നെ ആ കൽപ്പന കൊടുത്ത്? അത് എൻ്റെ ആരോഗ്യത്തോടെ നീ 6 ദിവസം അധ്വാനിച്ച് 7ാം ദിവസം നീ പിള്ളേരുടെയും കുടുംബത്തിനെയും കൂടി ഇരിക്കടാ, സന്തോഷമായിട്ടിരിക്കും. ഇതോ ദൈവം ഉദ്ദേശിച്ചേ? പക്ഷെ ഇത് മനസ്സിലായിട്ടില്ല മനുഷ്യൻ പറയുക, ഇന്ന് രോഗിയെ സൗഖ്യമാക്കാൻ പാടില്ല. They were claiming, don't heal anyone today. Why?
Today is Sabbath. ഇന്നാരെ സൗഖ്യമാക്കാൻ പാടില്ല. There was a lady who was not able to walk properly for last 18 years. When Jesus was healing that lady, everyone was astonished, but the Pharisee group were questioning Jesus. Did you get any other day to heal this person, heal this lady? You have so many other days to heal this lady. Then why you separate this particular day to heal her? ഹല്ലേലൂയ. എന്നാ നീ ഈ ദിവസം തന്നെ ഇവളെ സൗഖ്യമാക്കാൻ തെരഞ്ഞെടുത്ത്? നിനക്ക് വേറെ എത്ര ദിവസമുണ്ട്? ഹല്ലേലൂയ. അപ്പൊ യേശു വന്നിട്ട് അവിടെ പൊളിക്കാൻ ആഗ്രഹിച്ച എന്നാന്നറിയോ? ഇവർ പറയുന്നത് സത്യമുണ്ട്, ദൈവം അത് ആഗ്രഹിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്വസ്ഥത ഇരിക്കണമെന്ന്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് പാർഷ്യൽ ട്രൂത്താ, യഥാർത്ഥ സത്യമല്ല, അർത്ഥസത്യമാ. അർത്ഥസത്യം യഥാർത്ഥ സത്യത്തിന് മുമ്പ് കീഴടങ്ങുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ. അർത്ഥസത്യത്തിന്റെ ആൾക്കാർ എപ്പോഴും ടെററിസ്റ്റുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. അർത്ഥസത്യത്തിന് പൂർണ്ണ സത്യം കിട്ടിയവരാരും തീവ്രവാദിയാകത്തില്ല, അവരെപ്പോഴും മിതവാദിയായിരിക്കും. എന്നാൽ അർത്ഥസത്യത്തിന്റെ ആൾക്കാർ, ഹല്ലേലൂയ, the person who receive only the partial truth, always they will be the terrorist of faith. With their partial knowledge they will kill people. ആ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ആൾക്കാരെ കൊല്ലും, ആൾക്കാർക്കെതിരെ നിൽക്കും. But the complete revelation of the truth will make you the person, make you like exactly the person truth. His name is Jesus. യഥാർത്ഥ സത്യത്തിന്റെ വെളിപ്പാട് യഥാർത്ഥ സത്യമായവനെ പോലെ എന്നെ ആക്കി മാറ്റുകയാണ്. ഒന്ന് ചേർന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. അയ്യോ, ഇന്ന് years back I was thinking Jesus saying I will tell you the truth, but later I came to know he was not here to tell you the truth, but he himself is the truth. ഹല്ലേലൂയ. ഞാൻ നേരത്തെ വിചാരിച്ചോണ്ടിരുന്ന യേശു വന്നിട്ട് കുറെ സത്യമെല്ലാം പറയും, അതുകൊണ്ടാണ് യേശുവിനെ സത്യം എന്ന് വിളിച്ചത്. അതല്ല, യേശു സത്യം പറയുന്നതുകൊണ്ടല്ല യേശുവിനെ സത്യം എന്ന് വിളിച്ചിരിക്കുന്നത്. സത്യം പറയുന്നയാൾക്ക് കള്ളവും പറയാം, പക്ഷെ സത്യമായ ആൾക്ക് കള്ളം പറയാൻ പറ്റില്ല. അതാ വ്യത്യാസം. I don't know whether you get it me or നിങ്ങൾ എന്നെ മനസ്സിലായില്ലേ എന്ന് എനിക്കറിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. സത്യം പറയുന്നയാൾക്ക് കള്ളവും പറയാം, പക്ഷെ സത്യമായ ആൾക്ക്, അതാണ് സത്യം പറയുന്നയാളും സത്യമായ തമ്മിലുള്ള വ്യത്യാസം. വാട്ട് ഈസ് ദ ഡിഫറൻസ് between truth as a person or I will tell you the truth? If I am saying I will tell you the truth, I can lie, but the person who is the truth, he can't lie. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം പറയും, യേശു സത്യം പറയും എന്ന് പറയുമ്പോൾ സത്യം പറയുന്ന ആളാന്ന് പറഞ്ഞാൽ സത്യവും പറയാം, അല്ലെ സത്യവും പറയും, വേറെ പലതും പറയും. പക്ഷെ സത്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ വേറൊന്നില്ല, കള്ളമില്ല, വ്യാജമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫോഷ്ക് ഇല്ല, അസത്യമില്ല, അസത്യം അറിയത്തില്ല. ഹല്ലേലൂയ. ഹി ഈസ് ഫുൾ ഓഫ് ട്രൂത്ത്. ഹല്ലേലൂയ. മുഴുവൻ സത്യമാണ്. ഏതറ്റം എടുത്ത് നോക്കിയാലും സത്യമാണ്, എവിടുന്ന് നോക്കിയാൽ അതാ ജോൺ പറയുന്നത്, ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്, അല്ലേ? Grace and truth. Full of grace. Full of grace and truth. Full of truth. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തെന്ന് പറഞ്ഞേ, മുഴുവൻ സത്യം, മുഴുവൻ സത്യം. He was destroying the lies of devil. He was destroying the lie. Even today when I am preaching this knowledge is reducing and destroying us in a mighty manner. I can see the power of God is moving tonight. Expect this. The lies of devil. Hallelujah. What are the lies? Let me explain to you so that you can follow this. Your debt, your financial crisis. Is it the truth? Is it the truth? Or it's a lie? ഞാൻ ഇന്ന് കടന്നു പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, അത് സത്യമാണോ കള്ളമാണോ? Because my Bible says all my needs is supplied according to the riches of heaven. Hallelujah. My Bible says he became poor for my prosperity. Hallelujah. Hallelujah. Jesus became poor for my prosperity. His poverty is my prosperity. യേശുവിന്റെ ദാരിദ്ര്യമാണ് എൻ്റെ അഭിവൃദ്ധി. അവൻ ദരിദ്രനായത് ഞാൻ സമ്പന്നനാകാനാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. His poverty is my prosperity. യേശുവിന്റെ ദാരിദ്ര്യം എൻ്റെ സമ്പന്നതയാണ്. Then what is the lie of devil?
your poverty is your poverty. What is the truth of Jesus? My poverty is your prosperity. What is the lie of devil? Your poverty is your poverty alone. നിന്റെ ദാരിദ്ര്യം നിന്റെ മാത്രമാണ്, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നതാണ്, നിന്നെയും കൊണ്ടേ പോകൂ. ഇതാ സാത്താന്റെ കള്ളം. എന്നാൽ യേശുവിന്റെ സത്യം എന്താണ്? യേശു ദരിദ്രനായത് എന്റെ സമ്പന്നതയ്ക്കാണ്. Come on. Hallelujah. What is the truth? Poverty or prosperity? ഏതാ സത്യം? ദാരിദ്ര്യമാണോ അഭിവൃദ്ധിയാണോ? ഏതാ സത്യം? എന്നോട് പറയൂ. മിണ്ടാത്തവരെല്ലാം മിണ്ടു. വേഗം മിണ്ടിക്കും. Hallelujah. Hallelujah. What is the truth? Poverty or prosperity? What is God's intention? How he became poor? For what he became poor? Oh, it is written, for our sake he became poor. നമ്മെ വിചാരിച്ചാകും. In Malayalam that's, oh hallelujah, നമ്മെ വിചാരിച്ചാകുന്നു. Hallelujah. For in English, for our sake Jesus became poor. For our sake, for my sake. Come on, start confessing with me. For my sake Jesus became poor. എന്നെ വിചാരിച്ച് യേശു ദരിദ്രനായി തീർന്നു. എത്ര പേര് പറയൂ? എന്നെ വിചാരിച്ച് യേശു ദരിദ്രനായി തീർന്നു. കരമുയർത്തി എന്ന് പറഞ്ഞ്, എന്നെ വിചാരിച്ച് യേശു ദരിദ്രനായി തീർന്നു. Hallelujah. If I am not there, he will never come in a poor form. Hallelujah. I was there. ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ യേശു ദരിദ്രനാകേണ്ട ആവശ്യമില്ലായിരുന്നു. Oh, come on. You are not with me. Hallelujah. I will read that verse. Hallelujah. നമ്മെ വിചാരിച്ച് ദരിദ്രനായി തീർന്ന കൃപ. Hallelujah. ദരിദ്രനായി തീർന്ന കൃപ എന്നെ വിചാരിച്ചാകുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞു, എന്നെ വിചാരിച്ചാകുന്നു. Hallelujah. ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. 2 Corinthians chapter number 8 verse 9. 2 Corinthians 2 കൊരിന്ത്യർ 8 അധ്യായത്തിന്റെ 9 വാക്യം. 2 Corinthians chapter number 8 verse 9. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കണ്ടാ സമ്പന്നനായിരുന്നിട്ടും കണ്ടാ അവന്റെ ദാരിദ്ര്യത്താൽ, hey, listen this very carefully. അവന്റെ ദാരിദ്ര്യത്താൽ, this is the secret of your prosperity. നിങ്ങൾ സമ്പന്നനാകേണ്ടതിന്. Maybe someone maybe mislead you by saying your faith is the secret of your prosperity. Your prayer is a secret of your prosperity. But let me tell you the truth. You may be unfaithful in your prayer life. You may be weak in your faith. But still, you can be prosper by believing. He became poor for my sake. അനുഗ്രഹം. നിങ്ങളുടെ സാമ്പത്തിക ദൈവ മക്കളെ ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ സാമ്പത്തിക അനുഗ്രഹത്തിൻ്റെ താക്കോല് നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമാണെന്ന് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചിട്ട്, എൻ്റെ പൊന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ദാരിദ്ര്യം വന്നിരിക്കുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ. എനിക്ക് വിശ്വാസത്തിൽ ഇടയ്ക്ക് ക്ഷീണം വരുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ വീട്ടിലെ ദാരിദ്ര്യം മാറാത്തതെന്ന് ആരും ചിന്തിക്കല്ലേ. ഹല്ലേലൂയ. സീക്രട്ട് ഓഫ് യുവർ പ്രോസ്പെരിറ്റി, ഹല്ലേലൂയ, ഈസ് ജീസസ്. എൻ്റെ അഭിവൃദ്ധിയുടെ അടിസ്ഥാനം യേശുവാണ്. കരമുയർത്തി എന്ന് പറഞ്ഞു, എൻ്റെ അഭിവൃദ്ധിയുടെ അടിസ്ഥാനം എൻ്റെ കഴിവല്ല, എൻ്റെ യേശുവാണ്. ഹല്ലേലൂയ. അതാ നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചാൽ മതി, ഉറക്കെ വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. In English, for you know the grace of our Lord Jesus. You must know the grace of our Lord Jesus Christ. You must know that grace. Which grace? The grace of our Lord Jesus Christ. What is that grace? Even though, hallelujah, in the second part, hallelujah, though he was rich, ദരിദ്രനാ സമ്പന്നനായിരുന്നിട്ടും, though he was rich, yet for your sakes yet for our sake, for my sake, he became poor. Hallelujah. For my sake. That's why we need to say his poverty is my prosperity. But the lie of the devil, what is the lie of the devil? Your poverty will be there for forever. You are the reason. Your father was not good in business. Your husband is not good in business. He is not a person continuing job in anywhere.
ദാറ്റ്സ് വൈ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന് കാരണം നിങ്ങളുടെ പിതാവിന് നല്ല രീതിയിൽ പൈസ സൂക്ഷിക്കാൻ അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഇതാണ് സാത്താന്റെ കള്ളം. ഹല്ലേലൂയ. നിങ്ങളെന്ന് അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന് കാരണം പിടിപ്പില്ലായ്മയാണ്, കഴിവില്ലായ്മയാണ്. ഇതാണ് സാത്താന്റെ കള്ളം. എന്നാൽ യേശുവിന്റെ സത്യം അറിയാവുന്നവർ പറ, യേശുവിന്റെ സത്യം അറിയാവുന്നവർ പറ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന അഭിവൃദ്ധിക്ക് കാരണം യേശു സമ്പന്നനായിരുന്നിട്ട് ദരിദ്രനായതാണ്. കരമടിച്ചൊന്ന് സ്വീകരിക്കാൻ തുടങ്ങിക്കേ. ഇന്ന് ഹല്ലേലൂയ, ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരുടെയും വീടുകളിൽ നിന്ന് പോവർട്ടി അഴിയട്ടെ, അഴിയട്ടെ, ദാരിദ്ര്യം അഴിയട്ടെ. ഹല്ലേലൂയ. മാസാവസാനം കൂട്ടിമുട്ടിക്കാൻ ബന്ധപ്പെടുന്ന മുഴുവൻ പേരും ഇന്ന് സമൃദ്ധിയിലും അഭിവൃദ്ധിയിലും ജീവിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. എല്ലാം കഴിയുമ്പോൾ എൻ്റെ ബ്രദറെ, എൻ്റെ കൈ ഓട്ടസഞ്ചിക്ക് തുല്യമാവുകയാണെന്ന് പറയുന്നെങ്കിൽ ഇന്ന് ആ ഓട്ടസഞ്ചിയുടെ ഓട്ട അടയണം സഹോദര. ഈ ഒരു തിരിച്ചറിവിലൂടെ ഇന്ന് കാര്യത്തിന്റെ ഗതി മാറണം. ഹല്ലേലൂയ. His prosperity, his poverty is my prosperity. Start claiming that. യേശുവിന്റെ ദാരിദ്ര്യം എൻ്റെ സമ്പന്നതയാണ്. Hallelujah. But the lie of the devil is spreading. What is the lie? God wants you to be poor. ദൈവത്തിന് നീ സമ്പന്നനാകുന്നതേ ഇഷ്ടമില്ല. God hates if you well dressed. If you are well dressed, if you are driving a very good car, definitely God will punish you. If you are staying in a very good apartment, next day the wrath of God will be coming on you. Be careful, okay? Hallelujah. ഇതാണ്, നീ ഒരു നല്ല വീട്ടിലാണ് താമസിക്കുന്നത്, നീ ഒരു നല്ല കാറിലാണ് സഞ്ചരിക്കുന്നത്, നീ ഒരു നല്ല വസ്ത്രമാണ്, ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമില്ല കേട്ടോ. കോട്ടൊന്നും ഇടുന്നത് കോട്ടൊന്നും ഇടുന്നത് ദൈവത്തിന് അത്ര ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ലൈവ് എന്താണ്, നീ എത്ര ദരിദ്രനായിട്ട് ഒന്നും ഇല്ലാത്തവനായി വന്നേ, ഒന്നും ഇല്ലാത്തവനായി പോകുന്നേ, ദൈവമേ കാത്തോണേ, കിട്ടിയാൽ കിട്ടിയതായി ഇങ്ങനെ നടക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമെന്നാണ് സാത്താന്റെ കള്ളം പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കൾ പറയണം, എൻ്റെ മകൻ നല്ലതായിട്ട് നടക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്വർഗസ്ഥനായ പിതാവിന് തൻ്റെ മക്കൾ എത്ര ആരോഗ്യത്തോടെ സമൃദ്ധിയിൽ ജീവിക്കണമെന്ന് താല്പര്യമുണ്ട്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. നിങ്ങളെ ഡ്രസ് ചെയ്യാൻ മറന്നില്ലെങ്കിൽ നിങ്ങളെ ഡ്രസ് ചെയ്യാൻ കർത്താവ് മറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Even the Solomon, the greatest man who has the greatest wisdom, was not able to even digest the way God dressed the plant. എന്താണ്, പുല്ലിനെ ഉടുപ്പിക്കുന്ന ആ മനോഹാരിത കണ്ടിട്ട് ലോകത്തിൽ ഏറ്റവും വലിയ ജ്ഞാനിയായ ശലോമോൻ പകച്ചു നിൽക്കുക, ദൈവമേ ഇത്രയും മനോഹരമാണ് നീ കൊടുക്കുന്ന ഡ്രസ്സിങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിം വേ. അപ്പൊ ചിന്തിക്കൂ, ഈ ദൈവം അസൂയാലുമല്ല. ഈ ദൈവം നിങ്ങൾക്ക് എന്നേലും ഉള്ളത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ, എനിക്ക് ഇതൊന്നും അല്ല ഈ ദൈവം. ഇത് മതം നമ്മെ പഠിപ്പിച്ച കള്ളമാണ്. യേശു വന്നിട്ട് സത്യം പറഞ്ഞു, നോ ഇതൊന്നും അല്ല. ഹല്ലേലൂയ. അപ്പോൾ യേശു ഭൂമിയിൽ അർത്ഥനഗ്നനായിട്ടാണ് ജീവിച്ചത്. കുരിശിൽ യേശുവിന് വസ്ത്രം പോലും ഇല്ല. യോ, ദാരിദ്ര്യമൊന്നും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. യേശു ഭൂമിയിൽ പുഴുത്തുളത്തിലാണ് ജനിച്ചത്. പക്ഷെ യേശുവിനെ കാണാൻ വന്നവര് അന്നത്തെ പൊന്നും മൂരും കുന്തിരിക്കവുമായിട്ടാണ് കർത്താവിനെ കാണാൻ വന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കത് അറിയാമെങ്കിൽ അറിയാം. ഹല്ലേലൂയ. അന്ന് വിലപിടിപ്പുള്ള പൊൻ ശേഖരവുമായിട്ടാണ് വിദ്വാന്മാർ യേശുവിനെ കാണാൻ വന്നത്. ഒരു പുരുഷായുസ് മുഴുവൻ ജീവിക്കാനുള്ള സ്വത്തുമായിട്ടാണ് കാണാൻ വന്നവർ അന്നേ വന്നത്. കാരണം എന്നാ? ഹല്ലേലൂയ. സമ്പന്നനാകാൻ സമ്പന്ന കുടുംബത്തിൽ ജനിക്കേണ്ട ആവശ്യമില്ലെന്ന് കർത്താവ് തെളിയിക്കുകയായിരുന്നു. കരമടിച്ചൊന്ന് യേശുവിനെ ആരാധന കൊടുത്ത്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടിയതല്ല ഞാൻ കൃത്യസമയത്ത് കൊണ്ടുവന്നോളാം. I will appoint wise people. When the wise, 3 men were wise, right? Are you able to follow Malayalam? No. Maybe a little bit you can follow, right? So the 3 wise men were following Jesus when Jesus was born in Bethlehem. Hallelujah. They were submitting what they have. That was the precious things, gold and other stuffs. That riches is more than enough to live 33 years for his sufficiency. The wealth was given when he was born. Maybe നമുക്കൊക്കെ the wealth ഉണ്ടാകുന്നത് നമ്മളൊക്കെ വളരുമ്പോഴാണ്. But when Jesus was born, enough wealth he got. Hallelujah. To live a wonderful life in this earth.
ഹല്ലേലൂയ. യേശു ദാരിദ്ര്യത്തിന്റെ ആളാണെന്നൊന്നും ചുമ്മാ ആരോടും പറഞ്ഞു നടക്കല്ലേ. എന്നത്തിനാ യേശുവിന്റെ വസ്ത്രം പടയാളികൾ അവര് ഇവിടെ ഇതിട്ടിട്ട് എന്തോ ഒരു സൂത്രം ഇട്ടു, എന്നല്ലോ ആട്ടെ, അതറിയത്തില്ലല്ലോ, സ്വർഗത്തിൽ പോകും. ചീട്ടിട്ടു. ഓക്കെ. Why they are claiming for the dress of Jesus when Jesus was on the cross? Everyone was. എന്നാ വെച്ചാൽ യേശുവിൻ്റെ വസ്ത്രം കീറലില്ലാത്ത, തുന്നിച്ചേർപ്പില്ലാത്ത ഒറ്റ തുണിയിൽ നെയ്തെടുത്തതായിരുന്നു. അത് അന്നത്തെ കാലത്ത് ധരിച്ചിരുന്നത്. അതുപോലെ വിലപ്പെട്ട ആൾക്കാരായിരുന്നു. അല്ലാതെ കുരിശ കിടക്കുന്ന ചോര പറ്റിയ ഉടുപ്പിന് വേണ്ടി ഒമാരെല്ലാം കൂടെ തല്ലി ബഹളം വെക്കുക. ഇവരാരും ആത്മീയരല്ല. കർത്താവേ, ആ തിരുവസ്ത്രം ഒന്നും ചോദിച്ചു വന്നവരല്ല അവരെ, പടയാളികളാ. ഹലോ, കേട്ടവർക്കായി സ്തോത്രം. നമുക്കായിരുന്നു തിരുവസ്ത്രവും തിരുവസ്തിയൊക്കെ ഉള്ള. അവർക്ക് തിരുവസ്ത്രവും തിരുവസ്ത്രീയൊന്നും അല്ല. അവർ അങ്ങോട്ട് പോയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, they not asking for the garment of Jesus. Why? Because they were the saints, or they expect something in miraculous works through the dress. Why? Because they claimed it for. Why? Because that cloth itself, that garment itself is costly. Hallelujah. So poverty is a curse. Poverty is a lie. Come on. ദാരിദ്ര്യം ഒരു കള്ളമാണ്. Hallelujah. Oh, come on. Hallelujah. Hallelujah. The one who hid the one talent, what Jesus called him. You know that, right? The rich man, where were you? Keep my talent, which I gave you. എന്നെ ഒരു താലന്ത് കുഴിച്ചിട്ട് എനിക്ക് ഒന്നേ ഉള്ളേ, എനിക്കൊന്നും വേണ്ടേ എന്ന് പറഞ്ഞ് കുഴിച്ചിട്ടവനെ കർത്താവ് എന്നെ വിളിച്ചേ, ദുഷ്ടദാസനെ, നീ തന്നെ ബിസിനസ് ചെയ്യാൻ, നീ ഇത് മണി എക്സ്ചേഞ്ചുകാരുടെ കൊടുക്കാൻ ഞാൻ പലിശയോടെ വന്ന്. കർത്താവ്, അങ്ങേക്ക് അപ്പൊ ഇൻട്രസ്റ്റ് വേണം. അവിടെ എഴുതിയിരിക്കുക, വിത്ത് ഇൻട്രസ്റ്റ്. എനിക്കത് ഞാൻ തിരിച്ചു വന്നത് വാങ്ങേണ്ടതല്ലായിരുന്നു, ഞാൻ പലിശയോടെ വന്ന് അത് വാങ്ങേണ്ടത്. നീ അറ്റ്ലീസ്റ്റ് ഇത് പൊൻവാണിപ്പക്കാരുടെ കൊടുത്തിരുന്നെങ്കിൽ, മണി എക്സ്ചേഞ്ചുകാരുടെ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ നല്ല റേറ്റ് ഉള്ള സമയം എനിക്ക് 10 കാശ് കിട്ടിയാൽ. നീ അതുപോലെ ചെയ്യാതെ യു ഹൈഡ് ഇറ്റ്. മൈറ്റാൽ കിട്ടി, ഓ എനിക്ക് ഇത്രയൊക്കെ മതി. നോ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ചിന്തിക്കും, ഓ മതി ബ്രദറെ. നോ, യു ഹാവ് ടു ബി റിച്ച് ഫോർ ദ ഗോസ്പൽ. സുവിശേഷത്തിന് വേണ്ടി നമുക്ക് അഭിവൃദ്ധി ഉണ്ടായേ പറ്റുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടായി നിങ്ങൾ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിയില്ലെങ്കിൽ വല്ലവൻ്റെയും പുറകെ എനിക്കൊരു സ്ലോട്ട് തരാമോ എന്ന് പറഞ്ഞ് യാചിച്ച് നടക്കേണ്ടി വരും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. So he became poor for our sake. അങ്ങനല്ലേ മോനെ എഴുതിയേക്കുന്നത്? Though he was rich, he chose to be poor for himself. Hallelujah. Nobody compelled Jesus. You must be poor, otherwise I will never let you in heaven. യേശുവെ അവിടുന്ന് പോയി ദരിദ്രനായിട്ടില്ലേ തിരിച്ച് സ്വർഗത്തിൽ കയറ്റുകയല്ല കേട്ടോ. അവിടെ പോയി അവിടെ ദരിദ്രനാകണമെന്ന് യേശുവിനോട് ആരും പറഞ്ഞിട്ടല്ല. Hallelujah. Jesus desired. Hallelujah. He himself chose to be poor for our sake. അവൻ നമ്മെ വിചാരിച്ച് ദരിദ്രനായി തീർന്നു. Hallelujah. It's for our sake, so that he was destroying the lie of devil. Poverty is a blessing. That is the lie of devil. Even today that lie is spreading. Even the Christendom shine. ഈ ആത്മീയ ഗോളത്തിൽ ഈ അസത്യം പടരുന്നുണ്ട്. കള്ളം, ദാരിദ്ര്യം അനുഗ്രഹമാണ് ദൈവമക്കളെ. No. Hallelujah. That is the lie of the devil. He became poor for our sake. He became poor for your sake, my sake. എന്നെ വിചാരിച്ചാകുന്നു. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, അത് നല്ല പദം. എന്നെ വിചാരിച്ചപ്പോൾ, ഹല്ലേലൂയ, ഞാനിവിടെ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവനായിട്ട് തീരുവല്ലോ എന്ന് വിചാരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ദരിദ്രനായേക്കാം. ഹല്ലേലൂയ. എനിക്കിവിടെ ഒരു ഗതി ഇല്ലാതെ ആവുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ, എനിക്ക് കയറി കിടക്കാൻ ഒരു വീട് ഉണ്ടാകത്തില്ലല്ലോ എന്ന് യേശുവിന് വിചാരം വന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ദരിദ്രനായേക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പറയണം എനിക്ക് നല്ല വീട് വേണം കർത്താവേ. അതിനുവേണ്ടി അവിടുന്ന് ദരിദ്രനായി തീർന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് നല്ല സ്ഥലം വേണം കർത്താവേ. അതിനുവേണ്ടി അവിടുന്ന് ദരിദ്രനായി തീർന്നത്. എനിക്ക് സാമ്പത്തിക അനുഗ്രഹം വേണം കർത്താവേ. അതിനുവേണ്ടി അവിടുന്ന് ദരിദ്രനായി തീർന്നത്. എനിക്ക് ഇത്രയൊക്കെ മതിയെന്നല്ല, എനിക്ക് അനുഗ്രഹം അനുഭവിക്കണം. കാരണം ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാകുന്നു. കരമടിച്ച് ഇപ്പോൾ തന്നെ സ്വീകരിക്കാൻ തുടങ്ങിക്കേ യേശുവിൻ നാമത്തിൽ. Let us destroy the lie of devil that you will be poor and you will be end up your life in
poverty. Hallelujah. Let us destroy that lie by believing the truth. Oh, by believing the truth. യേശുവിന്റെ നാമത്തിൽ. Oh, I can see the strongholds of lie is destroying now. അസത്യത്തിന്റെ വൻ മതിലുകൾ ഇടിയുകയാണ്. ഓ, ഒന്ന് പറഞ്ഞേ, അസത്യത്തിന്റെ വൻ മതിലുകൾ ഇടിയുകയാണ് യേശുവിന്റെ നാമത്തിൽ. Hallelujah. In your family there won't be any peace. That is the lie of the devil. Hallelujah. But the truth of God, you and your family, you will be serving God in all the blessings of heaven. ഓ, നിന്റെ കുടുംബത്തിൽ സമാധാനമേ ഉണ്ടാകത്തില്ല. ഇത് പിശാചിന്റെ കള്ളം. എന്നാൽ സത്യം അറിയാവുന്ന മക്കൾ വിളിച്ചു പറ, ഓ, എന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാകും. ഞാനും എന്റെ മക്കളും എന്റെ വീടിനകത്ത് അനുഗ്രഹം പറഞ്ഞു തകർക്കുക. Hallelujah. 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 Another lie. See, you have headache. Think about your mom. She is also having headache. She had headache. Think about your grandmama. She also had headache. So your grandchildren also will have headache. Sharp 11 o'clock, my headache will come. I will be waiting from 10:30. Why you are waiting headache? You have to come and attend. Finally, 11 o'clock, as I said, brother, headache will be coming. You are calling them. You are inviting them. You are making seat for them. You are giving room for them. Then why it won't come? Hallelujah. It will definitely come. എൻ്റെ അമ്മയ്ക്ക് തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയുടെ അമ്മയ്ക്ക് ഭയങ്കര തലവേദനയായിരുന്നു. കൃപയാൽ എൻ്റെ മോൾക്കും ഉണ്ട്. Hallelujah. ഇനി അവളുടെ മകൾക്ക് വരുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. സാത്താൻ്റെ കൊള്ളത്തെ നോക്കി പറ, അമ്മയ്ക്കൊണ്ടേലും കൊള്ളാം, അമ്മായിമ്മയ്ക്കൊണ്ടേലും കൊള്ളാം. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ ഞാനിത് വെച്ച് പൊറപ്പിക്കത്തില്ല. I will never allow this in my house. Hallelujah. Whatever it may be, the traditional root of lie. Always think lie is well rooted. We can't break it in a day. You can't destroy it in a day. It's well rooted, because through your tongue you have given power to the lie. Are we giving power to the truth or lie daily? Come on. എനിക്കിതുണ്ട്. ഇതെന്നെയും കൊണ്ടേ പോത്തുള്ളൂ. I will end up my life with this. ഇതെന്നെയും കൊണ്ടേ പോത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് അതിനെതിരെ നിൽക്കേ, ഈ കള്ളത്തെ ഞാൻ വെച്ച് ഉറപ്പിക്കത്തില്ല. Hallelujah. Sickness is a lie. Healing is the truth. Receive it in Jesus' name. Hallelujah. രോഗമെന്ന കള്ളത്തോട് പറ, പടിയിറങ്ങ്. കാരണം സത്യം നമ്മുടെ ഇടയിൽ വന്ന് പാർത്തിരിക്കുക സഹോദരങ്ങളെ. സത്യം നമ്മുടെ ഇടയിൽ വന്ന് അത് അവിടെ അതിൻ്റെ ജെ.കെ. ഗിമി ഒരു 10 മിനിറ്റ് കൂടെ എനിക്കിതൊന്ന് പറയണം. Give me some light music. Hallelujah. ഒന്ന് മിണ്ടിക്കേ. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. The truth. ഒന്ന് പറഞ്ഞേ, ട്രൂത്ത്. സത്യം. യേശു വന്ന് സത്യം പറയുന്നിടം വരെ ഇതൊക്കെയാ പടർന്നുകൊണ്ടിരുന്നത്. നസ്രത്തിൽ നിന്ന് ഒരു നന്മയും വരികയില്ല. Don't expect any blessing from Nazareth. Nazareth is a cursed city. Lie. You know where God chose to reveal himself? The place where lies spread. എവിടെയാ യേശു ജനിക്കാൻ തീരുമാനിച്ചെന്നറിയോ? ഇവിടുന്ന് ഒരു നന്മയും വരത്തില്ലെന്നുള്ള കള്ളം ഇവിടെ കുറെ നാളായിട്ട് പടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഇവിടെ തന്നെ ജനിച്ചിട്ട് ഇവിടുന്ന് നന്മ വരുമെന്ന് ഞാൻ കാണിക്കാൻ പോവാ. ഓ ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ തീരുമാനം. എന്നാ അവിടുത്തെ നാട്ടുവർത്തമാനം, എന്നാ അവിടുത്തെ പഴഞ്ചൊല്ല്. അവിടെ ഒരു saying ഉണ്ട്, don't expect any blessing from Nazareth. Why? Hey, Nazareth is a cursed city. I know the history. Encyclopedia is there in my shelf. I have gone through it. Encyclopedia Britannica says Nazareth
is the place where curses reveals. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അല്ല നിന്നെ നയിക്കേണ്ടത്. വിക്കിപീഡിയയുടെ വിഭവമല്ല നീ. ഇന്ന് തിരിച്ചറിഞ്ഞിട്ട് പറ, ഐ ബിലീവ് ദ ട്രൂത്ത്. ഞാൻ സത്യത്തെ വിശ്വസിക്കുന്നു. കം ഓൺ സംബഡി. ഞാൻ സത്യത്തെ വിശ്വസിക്കുന്നു. ഒരു നന്മയും വരുന്നില്ലെന്ന് പറഞ്ഞിടത്തുനിന്ന് തന്നെ നന്മ വരും. ഹല്ലേലൂയ. ഓ, ഇത് അടഞ്ഞു പോയതാ, ഇനി ഇത് പ്രതീക്ഷിക്കണ്ട. ആ ഉദരത്തിൽ നിന്ന് തന്നെ അനുഗ്രഹത്തിന്റെ സന്തതി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. The lie, don't believe the lie anymore, because the truth is dwelling in you in a full swing. അതാ എങ്ങനെയാ റോവരി ഒന്ന് വായിച്ചേ. സത്യം എങ്ങനെയാ വസിക്കുന്നത്? കൃപയും സത്യവും നിറഞ്ഞവനായി, full of truth and grace. പറഞ്ഞേ, full, ഒട്ടും കുറവില്ല, full of truth. ഇന്ന് സത്യം ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഓ, അത് ഡൊല് ചെയ്തോണ്ടിരിക്കുക. ഇത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവിന്റെ മഹത്വം. When I am preaching this with the great guidance of the Holy Spirit, let me tell you, tonight is the last night for the lies. You can't cheat your lies anymore. People are getting into the real truth. Oh Jesus, oh Jesus, in the mighty name of Jesus. Oh, I know what is happening now. എനിക്കറിയാം ഇപ്പൊ എന്നാ സംഭവിക്കുന്നെന്ന്. ഇനി കള്ളത്തിൽ ഈ മക്കളെ കെട്ടിയിടാൻ പറ്റത്തില്ല. Oh Jesus, oh hallelujah. Hey mommy, what are you believing for your daughter? The lies of devil or the truth of God? മോളെ നോക്കിയിട്ട് എന്നാ വിശ്വസിക്കുന്നേ? പിശാചിന്റെ കള്ളമാണോ അതോ കർത്താവിന്റെ സത്യമാണോ? പിശാചിന്റെ കള്ളം പറയുന്നു, ഇവള് ശരിയാത്തില്ല. ഓ, ഇവളുടെ കൂട്ടുകെട്ട് ശരിയല്ല. പിശാചിന്റെ കള്ളം പറയുന്നു, ഇവ മദ്യപാനിയ. പിശാചിന്റെ കള്ളം പറ, ഞാൻ ഈ വീട്ടിലെങ്ങും വന്നു കയറേണ്ടി ഇവളെ അല്ലായിരുന്നു. എന്നാ പറയാനാ, വിട്ടുപോയി. യേശുവിന്റെ സത്യം പറയുന്നു, നിന്നെ വീട്ടിലേക്ക് അയച്ചതിനൊരു ഉദ്ദേശമുണ്ട്. നസ്രത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ലെന്ന എഴുത്ത്, പക്ഷെ നിന്നെ അവിടുന്ന് പോക്കണം എനിക്ക്. ഇത് ദൈവത്തിന്റെ വാശിയ. എവിടെ കള്ളം പടരുന്നോ അവിടെ അവൻ ജനിക്കും. ഓ ജീസസ്, എവിടെ പിശാചിന്റെ കള്ളം കുത്തിയിരിക്കുന്നോ അവിടെ 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 ആ പുറകില് ആ അമ്മ വചനം സ്വീകരിക്കുന്നു. ആ സിസ്റ്ററെ വിളിച്ചേ, ആ ബ്ലാക്ക് ഷോളിന്റെ മകളെ വിളിച്ചേ, സിസ്റ്ററിന്റെ അടുത്തോട്ട് ഓടിവാ. അവനെ മൈക്ക് പിടിച്ചോണ്ട് അതിന് മുമ്പിൽ പോയി നിൽക്കല്ലേ, എന്റെ അടുത്തോട്ട് ഓടിവാ. നിങ്ങളോട് ഈ വചനം പറയാൻ കർത്താവ് പറയുന്നു. ഇന്ന് സാത്താന്റെ കള്ളങ്ങളെ പൊട്ടിച്ചെറിയണം. ഇങ്ങോട്ട് നോക്കിയേ. അമ്മയുടെ പേരെന്നാ? എന്റെ മമ്മിയുടെയും പേര് റോസമ്മ എന്നാണല്ലോ. നിങ്ങൾ ആരാ പേര് മോഷ്ടിച്ചേ? വേം പറ. റോസമ്മ. യേശു പറയുന്നു, സാത്താന്റെ കള്ളത്തെ ഇന്ന് അധരം കൊണ്ട് പൊളിക്കുവാ നീ. ഈ മകൾ ഇവിടെ ഇരുന്ന് മക്കൾക്ക് വേണ്ടി സാത്താന്റെ കള്ളത്തെ പൊളിക്കുക യേശുവിന്റെ നാമത്തിൽ. അയ്യോ, ഭയങ്കര ഗ്രേറ്റർ ഗ്ലോറി ഈ കുടുംബത്തിലേക്ക് ഇറങ്ങുന്നു. ഭയങ്കര ഗ്രേറ്റർ ഗ്ലോറി ഇന്ന് ഈ കുടുംബത്തിലേക്ക് ഇറങ്ങുന്നു. ഭയങ്കര ഗ്രേറ്റർ ഗ്ലോറി ഇന്ന് ഈ കുടുംബത്തിലേക്ക് ഇറങ്ങുന്നു. അതീവ ദൈവമഹത്വം ഇന്ന് ഈ വീട്ടിലേക്ക് വ്യാപിക്കുന്നു. അയ്യോ, ഈ വീടിന്റെ ചരിത്രം മാറുന്നു. ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്. നോക്കൂ. ഒരമ്മ അധരം തുറന്ന് സാത്താന്റെ കള്ളത്തിനെതിരെ പട ഉയർത്തുന്നു. ഓ ജീസസ്. കണ്ണു തുറക്കി. കരയരുത്. ഇന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു പേരെൻ്റെ നാവിൽ തരുന്നു. അത് ചിലപ്പം ഞാൻ മനസ്സിലാക്കുന്നതിൽ തെറ്റ് വരാം. അത് വേണമെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്തോണം. ഞാൻ തെറ്റാവരമുള്ള മനുഷ്യനല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്.
റോഷ്നി എന്നൊരു പേര് എനിക്ക് വായിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് റോഷൻ ആൻഡ് റോഷ്നി. എനിക്ക് ഈ രണ്ട് പേരും ആരംഭിക്കുന്നത് ആറിലാണ്. റോഷൻ ആൻഡ് റോഷ്നി എന്നൊരു പേര് കർത്താവ് എൻ്റെ നാവിൽ തരുന്നു. എന്നിട്ട് പറയുന്നു, ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു ഈ കുടുംബത്തിന് വേണ്ടി. താങ്ക് യു ജീസസ്. The great victory. ഈ റോഷ്നി എന്ന പേരുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? മോളുടെ പേര് റോഷ്നി. മോളുടെ പേരാണോ? അതെ അതെ. മോൾ സ്വന്തം മോളാ? അതെ അതെ. അമ്മ ഈ മകൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചായിരുന്നു? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഓ ജീസസ്. ഇന്ന് അവളുടെ മേലുള്ള സാത്താന്റെ കള്ളം പൊളിയുകയാണ്. ഓ ജീസസ്, ഓ ജീസസ്. ഓ, ഞാൻ ആ മകളെ കാണുന്നു കേട്ടോ. അവൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു വൈറ്റ് ഉടുപ്പ് ഞാൻ കാണുന്നു. അവളുടെ അടുക്കലേക്ക് യേശു ചലിക്കുന്ന ഞാൻ കാണുന്നു. ഓ, ഡിപ്രഷനെ കർത്താവ് തലക്കകത്ത് നെടുത്തു കളയുന്നു. ഓ അയ്യോ, ആ പൈതലിന് വേണ്ടി എല്ലാവരും കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു. എനിക്കാരെയും കാണണ്ട, എന്നെ ആരും കാണണ്ട. ഇതാ റോഷ്നിയുടെ വാക്ക് ആണോ? ഇല്ല, ഇഷ്ടമില്ല, പുറത്ത് വരാൻ ഇഷ്ടമില്ല. ഓ എൻ്റെ ദൈവമേ, ഇന്ന് ഈ വീട്ടിലെ ചരിത്രം ദൈവം മാറ്റിമറിക്കണം. ഈ അമ്മയുടെ കണ്ണീരിൽ നമുക്കൊന്ന് ഒരുമിച്ച് പങ്കുചേരാം. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോർഡ് ജീസസ്. ഓ, ഇന്ന് ഈ വീടിന്റെ അയ്യോ, അതേപോലെ നോക്കിക്കേ, മദ്യപാന നിമിത്തം അയ്യോ മദ്യപിച്ചിട്ട് പണം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു യൗവനക്കാരൻ, കൂട്ടുകാരുടെ കൂടെ സമ്പത്ത് മുഴുവൻ ചെലവഴിക്കുന്ന ഒരു യൗവനക്കാരൻ. പക്ഷെ അവനിപ്പോ കള്ളത്തിലാ കിടക്കുന്ന. കർത്താവിന്റെ സത്യത്തിലേക്ക് അവനെ ദൈവം കൊണ്ടുവരുന്നു. അയ്യോ, വലിയ വിജയം ഇന്ന് ആ യൗവനക്കാരനെ കെട്ടുപൊട്ടുന്നു കേട്ടോ. കരങ്ങളെ ഒന്ന് ചേർത്തടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. അയ്യോ, വലിയ വിക്ടറിയ, വലിയ വിക്ടറിയ, വലിയ വിക്ടറിയ, വലിയ വിക്ടറിയ, വലിയ വിക്ടറിയ നടന്നുകൊണ്ടിരിക്കുന്ന. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. അമ്മയുടെ വീട്ടിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഒരു യൗവനക്കാരൻ അതെ. ആരാ അത്? അമ്മയുടെ മോനാണ്. അമ്മയ്ക്ക് ഒരു മോനും ഒരു മോളുമാണോ? ഓ ജീസസ്, പരിശുദ്ധാത്മാവേ, ജീസസ്, ജീസസ്. ഞാൻ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടോ? മോള് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓ ജീസസ്, ഓ ജീസസ്. ഇല്ല അമ്മേ, മൂന്നാമതൊരു പെൺപൈതലിനെ കർത്താവിനെ കാണിക്കുന്നല്ലോ. 2 മക്കളല്ലല്ലോ നിങ്ങൾക്കുള്ളത്. മൂന്നാമതൊരു പെൺപൈതലിനെ കർത്താവിനെ കാണിക്കുന്നല്ലോ. 2 പെൺമക്കളുണ്ടോ? അതെ. ഈ മകളുടെ ഈ സൈഡില്, ഈ നെറ്റിയുടെ കറക്റ്റ് നടുക്കുന്ന ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വേദന വന്നിട്ട് തല ഇങ്ങനെ, ആ മകള് ഇയേഴ്സ് ആയിട്ട് ഈ തലവേദനയാൽ ഭാരപ്പെടുന്നു. അത് സത്യമാണോ ഈ പറയുന്നത്? ഈ സൈഡില് അവളുടെ പേരെന്താ? അവളുടെ പേരെന്നാ? റോഷിനി. അവളുടെ കാര്യം പറയും. അതെ. ഓ ജീസസ്. ഈ 3 കുഞ്ഞുങ്ങളെയും കർത്താവ് ഇന്ന് വിടുവിച്ചയക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഓ ജീസസ്. ഈ അമ്മ അവിടെ പുറകിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് when she was sitting there, Jesus was revealing all this. I know all of you are receiving this word, but this mom, she was in great pain. She was praying for the children, and the children were under the bondage of devil for years. The lie was well rooted in this family. One is alcoholic, another one is under the power of depression. Oh Jesus. One is suffering with severe headache in the right side. Oh Jesus. Ee veedilekku Yeshu, oh, in this house I can see the power of God is. Jesus, you receive it. Oh, receive it.
Receive it in Jesus' name. Oh, കൃപയുടെ അത്യന്ത ധനം നിന്റെ മകളുടെ മേൽ വ്യാപിക്കട്ടെ. കൃപയുടെ അത്യന്ത ധനം നിന്റെ മകളുടെ മേൽ ചരിത്രം തന്നെ ദൈവം മാറ്റിമറിച്ചതിനായിട്ട് കരമടിച്ച് നമുക്കൊന്ന് യേശുവിന് ആരാധന. The truth, let the truth spread. ഇന്ന് സത്യം പടരട്ടെ. ഓ, യേശുവിന്റെ നാമത്തിൽ. എത്ര പേര് പറയും എൻ്റെ ഭർത്താവിന്റെ മേൽ കുറെ നാളായിട്ടൊരു കള്ളം ഇരിക്കുക, ഇനി ഞാൻ അതിനെ വാഴിക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ കുറെ നാളായിട്ടൊരു കള്ളം കിടന്ന് കറങ്ങുക, ഇനി I won't tolerate, I won't allow it to rule anymore. Tonight is the last night for the lies. Oh Jesus, hallelujah. Inna, if you are with a closed womb, you may be praying for a baby. I guarantee you in Jesus' name, today is the last day for that lie. Jesus. Sister Pooja is here. Brother, come forward. You can share. You also join. You can share your testimony. Oh, hallelujah. What a wonderful miracle God did in their life. ഇവരുടെ ജീവിതത്തിലെ പൂജയുടെയും ഹസ്ബൻഡിന്റെ ലൈഫിലെ കർത്താവ് ചെയ്ത വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യം. Jesus. You were attending meeting in the same hall? Huh? Yes, January 26th. February 26th. It's February 26th. Side. We were sitting that side. ആ സൈഡിലായിരുന്നു. Yeah, and you called out our name, like infertility is going and something big is going to come in your family. വന്ധ്യതയുടെ ആത്മാവ് വിട്ടുപോകുന്നു. I called you by name. You told like the family sitting over there, something big is going to come in their family. അവിടെ ഇരിക്കുന്ന വീട്ടിലേക്ക് കർത്താവിന്റെ അത്ഭുതം നടക്കുന്നു എന്ന് ഞാൻ പറയുക. And I can see that the infertility is going from their life. ആ വീട്ടിൽ നിന്ന് വന്ധ്യത വിട്ടുമാറുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. You were attending this meeting for the first time. Yeah, for the first time. It was February. Yes, February 26th. Actually, I still remember because we had gone to Fahel and Soji sir just called us all of a sudden. He was like, "Where are you?" I said, "I'm just outside with the family." For the first time, we got all of us together. Through whom you were attending this meeting? Through Soji sir and Sini madam. Well, oh, wonderful people. Hallelujah. They are behind the curtain always, but working very hard for the kingdom. Bless you both in Jesus' name. Hallelujah. Soji sir was saying, They just told me like one pastor is here. His name is Mr. Sajid. I want you to come for the meeting. You will be blessed. We didn't think twice. We came all the way from Fahel straight to the meeting, and we sat here. And like she said, you called out our name. You said 5 of us, including my brother, my father, and mother, were here. You told us to come on the stage, and you prayed for us, and you promised us that before this year ends, we will have a baby in our hands. oh. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലൊരു തലമുറ ഉണ്ടാകുമെന്ന് കർത്താവ് പറയാൻ പറഞ്ഞു. ഓ, ദൈവം അവരെ അനുഗ്രഹിച്ചു. 12 ദിവസം മുമ്പ് പൂജ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. What a wonderful God we serve. എത്ര അതിശയവാനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. That's how many years you were waiting for the baby? 3 years. You have gone through all the treatments, whatever you can do. Yes. There was no chance. There was no chance. He said like even if you go through IVF also there is no scope like that. IVF ചെയ്താൽ പോലും ഒരു പ്രതീക്ഷ. Yes, yeah. And after attending your convention, the very next month I got pregnant. What a wonderful God we serve. Hallelujah. Yesterday they were here to testify this. Because of this natural calamity, they were unable to bring the baby. What name you gave? We gave her Kiara Susan Sanju. What? Kiara Susan Sanju. Wow. Kiara? Can you spell Kiara? Kiara, meaning precious gift of God. Precious gift. Come on, man. You are rocking. Precious gift of God. What a wonderful God we serve. Come on, give him a wonderful hand. കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കാം. Kiara Susan Sanju. Yes. Kiara Susan Sanju. Bless you both. Jesus. Tomorrow I am going their home to bless that baby. ഞാൻ നാളെ ഇവരുടെ വീട്ടിൽ രാവിലെ ബിഫോർ ദ മീറ്റിംഗ് ഞാൻ ഇവരുടെ വീട്ടിൽ പോയി കുഞ്ഞിനെ അനുഗ്രഹിക്കാമെന്ന് പ്രോമിസ് ചെയ്തിരിക്കുക. What a wonderful miracle God has given. Even IVF ചെയ്താൽ പോലും പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞിടത്ത്
ആ കള്ളം അങ്ങ് പൊളിഞ്ഞു. Hallelujah. Even though that lie was prevailing. അല്ലേ, ആ ലൈ ആണ് പറഞ്ഞ് IVF ചെയ്താൽ പോലും. I'm not saying doctor tell you the lies. He was explaining what he was seeing, right? After medical tests, that's what he said. But that was a lie. According to Bible, that was not the truth. According to the Bible, you will have kids and you will be blessed with wonderful kids. And this is just a beginning. Amen. Hallelujah. You both have 4 hands. Let 4 babies come in Jesus' name. Bless you for that in Jesus' name. Sancho is blessed. Pooja is blessed. Father, I thank you for this wonderful family. In the name of Jesus. ഈ കള്ളം പൊളിയുമ്പോണ്ടല്ലോ, ഈ കള്ളം പൊളിയുമ്പോൾ, താങ്ക് യു ബ്രദർ, താങ്ക് യു. ഈ കള്ളം പൊളിയുമ്പോൾ ഉണ്ടല്ലോ, ആ ട്രൂത്തിന്റെ പവർ, ട്രൂത്തിന്റെ പവർ കയറി വ്യാപിക്കാൻ തുടങ്ങും. The moment the lies of devil destroyed, you will start seeing the power of truth is manifesting in your life. Tonight, hallelujah. Those meetings were the meetings for Sanju and Pooja. But today is your turn. Today is your turn. ഇത് നിങ്ങളുടെ തിരുവിന്റെ ദിവസമാണ്. Hallelujah. Jerry brother, we had a wonderful testimony from High Range last week. After 23 years, one mother got conceived after 23 years of marriage life. Hallelujah. Wonderful testimony. They are coming all the way from Kumali to Changanasheri just to testify this testimony. What a wonderful God we serve. Hallelujah. 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 Oh, thank you, Jesus. ഒന്ന് വിളിച്ചേ ആ നാമത്തെ ഒന്ന് വിളിച്ചേ. Call upon the name of Jesus. Call upon the name of Jesus. യേശുവിന്റെ നാമം. ഇന്ന് പരമ്പരാഗതമായ കള്ളങ്ങൾ പൊളിയട്ടെ. നിനക്ക് ശുശ്രൂഷ പ്രയോജനപ്പെടാൻ പറ്റില്ല, നിന്റെ മേൽ ദൈവവിളിയേയില്ല. അവരൊക്കെ പ്രയോജനപ്പെടുന്നത് നീ കാണത്തേ ഉള്ളൂ. കള്ളങ്ങളെ പൊളിച്ചടുക്ക്. സത്യം വിളിച്ചു പറ, ഈ തലമുറയിൽ ആരും ഉപയോഗിക്കപ്പെടാത്ത രീതിയിൽ ദൈവം എന്നെ ഉപയോഗിക്കാൻ പോവാ. ആരും കാണാത്ത ദർശനം ഞാൻ കാണും. ആരും കേൾക്കാത്ത ദൈവശബ്ദം ഞാൻ കേൾക്കും. ഒരു കാട്ടിൽ ഒരു സിംഹം ഒറ്റയ്ക്ക് എങ്ങനെ നടക്കുന്നോ അതുപോലെ ഞാൻ നടക്കും. ദൈവം എന്നെ അങ്ങനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പറഞ്ഞു സ്വീകരിക്കുക. Destroy the lies of devil. Destroy the lies of devil. Come on. It's your turn to destroy the lies of devil. Let the truth spread. Jesus name. സത്യങ്ങളെ കള്ളങ്ങൾ പറഞ്ഞു ഉറപ്പിച്ചത് അതേ നാവ് കൊണ്ട്. Hallelujah. You were giving life for the lies through your tongue. My womb is closed and there is infertility. But speak now. Speak now. കർത്താവ് കൊടുക്കുമ്പോണ്ടല്ലോ, മാലാഖ കുഞ്ഞുങ്ങളെയാ കൊടുക്കുന്നത്. ജീസസ്. യേശു കൊടുക്കുമ്പോണ്ടല്ലോ. ഞാൻ ഇങ്ങോട്ട് before I was entering into the stage, I was talking to that brother. Brother, what was your name? What was Johanna's dad? Liju. Sorry brother, I forgot your name. Liju. ലിജുവിന്റെ ടെസ്റ്റിമണി കേട്ടിട്ടാ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എൻട്രി ചെയ്ത്. അവർ ഇതുപോലെ ഇതേ ഹോളിലല്ലേ? എന്തിയാ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ ലിജു, ഞാൻ കാണട്ടെ. ഹല്ലേലൂയ. യേശു കൊടുത്ത ദാനമാണ്. ലിജു ഓടി വാമനെ. ജീസസ്. ഓ ഹല്ലേലൂയ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആ സിസ്റ്റർ പൊട്ടിക്കരഞ്ഞ്. ഓ ഹല്ലേലൂയ. They were fully broken. They were fully scattered. Hallelujah. They were praying for a baby. When the result come negative, everything was against them. Oh Jesus. നോക്ക്, നിങ്ങൾ ജോഹന്ന കുട്ടിയെ നോക്ക്. കർത്താവ് കൊടുത്തപ്പോ എന്നെ സുന്ദരി കുട്ടിയെ കൊടുത്തേ നോക്ക്.
Hallelujah. Hallelujah. What a great blessing. അത് വലിയൊരു ടെസ്റ്റിമണിയാണ്. യെസ് തീർച്ചയായും. 2017 ബ്രദർ അപ്പുറത്തെ കരിമീൻകാല ഹോളി വന്നപ്പോഴായിരുന്നു. അന്ന് പറഞ്ഞായിരുന്നു, പ്രാർത്ഥിച്ചു. അതനുസരിച്ച് സെക്കൻഡ് മന്തിൽ തന്നെ പ്രഗ്നൻ്റ് ആയി വൈഫ്. Hey. ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ജോഹന അല്ലേ, ജുവാനെ എടുത്ത് കയ്യിലൊക്കെ പിടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞിട്ടാണ് കയറിയത്. എനിക്ക് ജുവാനെ കാണാൻ താല്പര്യമായിരുന്നു. ഹല്ലേലൂയ, വാട്ട് എ വണ്ടർഫുൾ ഗോഡ് വി സെർവ്. ഹല്ലേലൂയ. ഇവിടെ എന്നാ സംഭവിച്ചേ ലിജു, എന്നാ സംഭവിച്ചേ? കള്ളം പൊളിഞ്ഞു. പറയടാ, കള്ളം പറഞ്ഞു. കള്ളം പൊളിഞ്ഞു. കള്ളം എന്നാ? നിനക്ക് മക്കളുണ്ടാകത്തില്ല, അതോ ഉണ്ടായാൽ അബോട്ടായി പോവും. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു ടെസ്റ്റിമണി മംഗലാപുരത്ത് മീറ്റിംഗിൽ നടന്ന ഒരു ടെസ്റ്റിമണി, 7 പ്രാവശ്യം ഒരു സ്ത്രീ കൺസീവ്ഡ് ആയി. 7 times. But every time she won't be able to pass 3rd month. 7 പ്രാവശ്യം കറക്റ്റ് 3-ാം മാസം അബോട്ടഡ് ആയി പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മംഗലാപുരത്തെ മീറ്റിംഗിൽ കർത്താവ് ആ കള്ളം അങ്ങ് പൊളിച്ചു. ഹല്ലേലൂയ. കർത്താവ് ഒരു ഇരട്ട കുട്ടികളെ കൊടുത്തു. അബോർട്ടഡ് ആകാൻ ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. But God blessed them with the twins. Hallelujah. What a wonderful God we serve. Hallelujah. കണ്ടോ, കർത്താവ് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞുങ്ങളില്ലാതെ ഒത്തിരി ലേറ്റ് ആകും തോറും കർത്താവ് ഓരോ മാലാഖമാരെ പുതിയ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസ്മോൾ കൊണ്ട് ഞാനത് പറയുന്നത്, ഓരോ പുതിയ മാലാഖമാരെ കർത്താവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കയ്യിലോട്ട് തരാൻ വേണ്ടി അങ്ങനെ സൃഷ്ടിച്ച ഒരു മാലാഖയായത്. അതിന് എൻ്റെ കരമടിച്ച് നമുക്കൊന്ന് യേശുവിന് ആരാധന കൊടുക്കാം. ബ്ലെസ് യു മോനെ, ബ്ലെസ് യു. ഹല്ലേലൂയ. അബൻഡൻസ് ഓഫ് ബ്ലെസ്സിംഗ്, അബൻഡൻസ് ഓഫ് ബ്ലെസ്സിംഗ്. എടുത്തു വെക്കാൻ ഇടമില്ലാത്ത പോലെ ഞാൻ ഉറപ്പിച്ചു പറയാം. എനിക്കറിയത്തില്ല ഏത് മേഖലയിലാണ് കള്ളം പടരുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഇന്നുണ്ടല്ലോ അത് കണ്ടുപിടിച്ച് അതിനെ സത്യം കൊണ്ട് ഇടിച്ചോണം. അതിനെ സത്യം കൊണ്ട് ഇടിച്ചോണം. അതിനെ സത്യം കൊണ്ട് ഇടിച്ചു നിർപ്പിച്ചോണം. യേശുവിന്റെ നാമത്തിലാണ് അതിനെ. My chains are gone, I've been set free. My God, my Savior, anointing is spreading. I'm like the flood, His mercy rain, unending love, Amazing grace. My chains are gone, I've been set free. My God, my Savior has ransomed me. My chains are gone. His mercy rain, unending love, Amazing grace. unending love, Amazing grace. My chains are gone. I am fully free. I won't allow the light to spread in my life because Jesus is dwelling in me, full of grace and truth. 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 When you hear a negative, it may be from a valid source, but rebuke the negative by saying, I believe in the truth. It's not you that rebuking the lies, but the one who is living in you, dwelling in you, abiding in you. He is the truth. He is destroying and He is defeating and He is destroying. And you are safe and you are secure. You are preserved and you are reserved for a greater plan of God. My dear people, those who are watching me all around the world,
I can feel, I can sense a heavy anointing in the stage. The same time, when you are watching me, no matter where you are, the amazing grace is spreading. Oh, 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 oh. Hallelujah. Amen. Oh, oh, hallelujah. Amen. Oh, oh, hallelujah. Amen. Aradhana Yeshuvine. Let me break this barrier. Let me break these strongholds. Someone saying, brother, I am weak in that subject. Brother, I am weak in studies. That subject is always persecuting me. It's always struggling me. I can't study that. I can't concentrate. I can't focus in my studies. I'm struggling in that area. Tonight is your night. Let us rebuke. Let us destroy the lies of devil. You are a man with a full of wisdom and grace. Hallelujah. Jesus the person, wisdom is dwelling in you. എനിക്ക് ആ വിഷയം പറ്റില്ല, എന്നെക്കൊണ്ടത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, എനിക്കതിനുള്ള പ്രാപ്തിയില്ല, എനിക്കത് മനഃപ്പാഠമാക്കാനും ഹൃദയസ്ഥമാക്കാനുള്ള കഴിവില്ല. ആ കള്ളത്തെ ഇന്ന് പൊളിച്ചുകള. ആ കള്ളത്തെ ഇന്ന് പൊളിച്ചുകള. എൻ്റെ ഉള്ളിലിരിക്കുന്നത് ദൈവജ്ഞാനമാണെന്ന് പറ. എൻ്റെ ഉള്ളിലിരിക്കുന്നത് ദൈവജ്ഞാനമാണെന്ന് പറ. ഓ, കള്ളങ്ങളെ പൊളിക്കുക. ഈ ഓഫീസിൽ എനിക്ക് സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. ആരാ അങ്ങനെ പറയുന്നത്? In this office I won't think I will get peace. Hallelujah. ആരാ അങ്ങനെ പറയുന്നത്? ആ കള്ളത്തെ ഇന്ന് പൊളിക്കും ബ്രദർ. വെറുതെ നാക്കുകൊണ്ട് അത് കൊട്ടി ഘോഷിക്കാതെ ഇന്ന് അതിനെ പൊളിച്ചെടുക്ക്. പൊളിച്ചെഴുത. പൊളിക്കാതിനെ. ഈ ഓഫീസിൽ തന്നെ, ഈ നസ്രത്തിൽ നിന്ന് തന്നെ പറ. എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് പറയാം. പറ, എന്തോ നോക്കിക്കൊണ്ടിരിക്കുക? ഉറക്കെ പറ. ഈ നസ്രത്തിൽ നിന്ന് തന്നെ. ഈ നസ്രത്തിൽ തന്നെ. ഒരു ചൂടില്ലല്ലോ. ഈ നസ്രത്തിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ നന്മ വരും. ആമേൻ, ആമേൻ, ആമേൻ. ഇതൊരു പ്രവചന പദമാണ്. നിന്റെ നസ്രത്തിൽ നിന്ന് വലിയ നന്മ നിന്നെ തേടി വരിക. ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്. Nazareth is a place where everyone say, don't expect anything good. I've been set free. Oh, My God, my Savior has Jesus. ransomed me. The power of God is Like the blood, His mercy reigns. break that yoke in Jesus' name. Woo! Break that yoke in Jesus' name. The lies of devil. My chains are gone. The lies of devil. I've been set free. Para. My God, my Savior has ransomed me. The name of Jesus. I'm like the flood. Oh, oh. His mercy reigns. Amazing love. Amazing grace. Oh, ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് കള്ളങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് കാലാകാലങ്ങളായി. അയ്യോ ജീസസ്. അതിന് പലപ്പോഴും നമ്മുടെ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും 1000 പ്രാവശ്യം ഉറപ്പിച്ച് എഴുതി ഉറപ്പിച്ച അസത്യങ്ങളുടെ അടിവേരെന്ന് പറിച്ച് ദൂരെ എറിയാൻ യേശുവാകുന്ന സത്യത്തിന്റെ ആഹ്വാനം ലഭിക്കുക. പൊളിച്ചെഴുതുക. എന്റെ മേൽ ഒത്തിരി കള്ളങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു.
നിനക്ക് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ട്, നിനക്ക് 10 പേരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല, നിനക്ക് മനപ്പാടമാക്കാൻ കഴിവില്ല, നിനക്ക് അതില്ല, നിനക്ക് ഇതില്ല. ആ കള്ളങ്ങളെ ഓരോന്നിനും നോക്കി പറ. ഹല്ലേലൂയ. 4 പേരുടെ മുമ്പിൽ നീ നിൽക്കൂന്നല്ലേ പറഞ്ഞേ, 4 കോടിയുടെ മുമ്പിൽ നിൽക്കുവിടാ. 400 കോടിയുടെ മുമ്പിൽ നിൽക്കുവിടാ. അത് ദൈവത്തിന്റെ നിയോഗമാണ്. എവിടെ സൗരങ്ങളെ ഇങ്ങോട്ട് നോക്കിയാൽ ഏറ്റവും പുറകെ ഇരിക്കുന്നവർ വരെ എന്നെ ശ്രദ്ധിച്ചേ. ഡിസ്ട്രോയ് ദ ലൈസ് ഓഫ് ഡെവൽ. കള്ളങ്ങൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഇന്ന് പൊട്ടിച്ചെറിയുക. സൗരെ പൊട്ടിച്ചെറിയുക. മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി ആ ശുശ്രൂഷ ചെയ്താട്ടെ. എൻ്റെ ഇളയ മകനെ പറ്റി ഇങ്ങനെ ഒരു കള്ളമുണ്ട്, പൊട്ടിക്ക യേശുവിന്റെ നാമത്തിൽ. അവളിച്ചിരി ഹൈപ്പറാ. എൻ്റെ കുഞ്ഞിൻ്റെ സ്കിന്നിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. വാഴ്ത്തി പാടാതെ കള്ളത്തോട് പറ, വേറെ വീട് നോക്ക്. ഇവിടെ ഞാനിത് വാഴിക്കത്തില്ല, കാരണം ഇവിടെ വസിക്കുന്നത് സത്യമാണ്. ഓ, ഫുൾ ഓഫ് ട്രൂത്ത്. അതിൻ്റെ അകത്ത് ആ മിസ്റ്ററി കിടക്കുന്നത് കേട്ടോ. പിടിച്ചോണം, പിന്നെ പിടിച്ചോ. ഫുൾ ഓഫ് ട്രൂത്ത്, ഫുൾ ഓഫ് ട്രൂത്ത്. പറ ഫുൾ ഓഫ് ട്രൂത്ത്. സത്യം നിറഞ്ഞവനായിട്ട് പറയട്ടെ, ഫുൾ ഓഫ് ട്രൂത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. See what all the lies is written. Maybe you can examine yourself. What all the lies is written by devil in your life, in your family as well, and destroy it right now. Why you are here today? Why you are here tonight? To destroy the lies of devil. Hallelujah. ഇതാ യേശു പറഞ്ഞത്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മാണി പോ എന്നെ കരുതും ഉള്ളം കരത്തി. Let me talk to someone. Brother, I am a divorcee. There is no hope in my life. I am not hoping anything good in my life. I am totally destroyed. I am totally broken into different pieces. I don't think it's possible to rejoin. I don't think it's possible to recollect the pieces. But let me tell you very frankly, why you are spreading lies through your mouth. You may be a divorcee. Whatever you are explaining, maybe it was truth, but that is not the reality. That all facts, but the truth is you are still seated in the bosom of the Father. You are that beloved daughter. He has a better plan for you. He is there for you. He will be guiding you from glory to glory, and you will be moving to success to success. Hallelujah. His unconditional favor is behind you. Maybe everyone left you, maybe everyone leave you, but let me tell you this truth. Tonight you are realizing your God is in your side. Your God is in your side, and you are in His side. Hallelujah. With God nothing is impossible, and you will be a success. Say it, then you will see it in Jesus' name. കരങ്ങളെ തട്ടിക്കൊണ്ട് സ്വീകരിക്കാൻ തുടങ്ങുക. My chains are broken. I've been set free. My God, my Savior has ransomed me. My chains are gone. This mercy rain, amazing love, amazing grace. My
chains are gone. Woo! In Jesus' name. My God, my Savior. My chains are gone. I am no longer under the bondage. Can you call that sister? മകളെ ഇങ്ങോട്ട് നോക്ക്. This verse is coming straight to your house. You are receiving something. You are receiving this word. ഈ വചനം നേരെ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഓരോ വ്യക്തികളെ ഞാൻ എടുത്തു പറയാം. ഇത് എന്നത്തെയും പോലെ ഒരു യോഗമല്ല സഹോദരി. ഇത് എന്നത്തെയും പോലൊരു യോഗമല്ല. ഇന്ന് പല കള്ളങ്ങളും പൊളിയുന്നുണ്ട്. സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് കയറി ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. Father, I commit everyone, those who are watching me all around the world, and people are watching here direct from Kuwait, Lord Jesus. This is my prayer tonight. Lord, you heal them and touch them and set them free. I'm praying for everyone, those who are sharing this message daily into Facebook groups. Lord, they are joining me in this ministry. You honor them, Lord. They are working hard to spread this message all around the universe with their limited souls. Lord, you bless them. Praying for every partners, every co-workers, and everyone who support this ministry. Father, I bless them. I speak this word upon them. This is my heartbeat tonight, Lord Jesus. You sent your word and break all the lies which is rooted for last many years. Thank you for the victory in Jesus' mighty name. Amen.